റഹീസ്, ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം എന്താണ്? ഈ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആളുകളുടെ അവർ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 31 പേർ മരിച്ചു എന്ന വാർത്തയാണ്. ഇതിൽ 6 സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്നുവെന്നാണ് റഹീസ് ഈ വേലുച്ചാമിപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. റഹീസ്, പറയൂ. റഹീസ് അറിയിച്ച വിവരമാണ് ഈ വേലുച്ചാമിപുരത്തെ വിജയുടെ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 31 പേർ മരിച്ചു എന്നാണ് വിവരം. 2.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ഹിന്ദുവിലെ RK രാധാകൃഷ്ണൻ പറയുന്നത്. 10,000 പേർ പങ്കെടുക്കും ഈ റാലിയിൽ എന്നായിരുന്നു പോലീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ നിയന്ത്രണമെല്ലാം തെറ്റിയ ജനങ്ങൾ ഈ ഒഴുകി എത്തിയ ഈ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് ഈ വേലുച്ചാമിപുരത്തേക്ക് ഒഴുകിയെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2.5 ലക്ഷം ആളുകൾ എത്തിച്ചേർന്നതോടെ ചെറിയൊരു പ്രദേശം, വേലുച്ചാമിപുരം എന്ന് പറയുന്ന ചെറിയ പ്രദേശത്ത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും റാലിക്കിടയിൽ തിക്കും തിരക്കും ഉണ്ടാകുകയും ഈ തിക്കിലും തിരക്കിലും വിട്ടൊരു കുട്ടിയെ കാണാതായി എന്ന വിവരം ലഭിച്ചതോടെ കൂടുതൽ പ്രശ്നങ്ങളാവുകയും വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെ തിക്കിലും തിരക്കിലും വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടായി. ഇതിനിടയിലാണ് ഏതാണ്ട് 50ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് വാർത്ത വന്നത്. ഇപ്പോൾ ഈ മഹാദുരന്തം കരൂരിലുണ്ടായ ഈ വേലുച്ചാമിപുരം എന്ന് പറയുന്ന കരൂർ ജില്ലയിലെ സ്ഥലത്തുണ്ടായ വൻ ദുരന്തത്തിൽ 32 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. 31 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഇതിലെ 6 സ്ത്രീകൾ ഉൾപ്പെടുന്നു എന്നുള്ളതും സങ്കടകരമാണ്. ഇതിൽ 6 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. അവരുടെ നില എന്താണെന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. TVK റാലിക്കിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് ഈ അപകടം നടന്ന വേലുച്ചാമിപുരത്തു നിന്നും തത്സമയം ചേരുകയാണ്. റഹീസ്, ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? SK, നിലവിൽ മരണസംഖ്യ 31 ആയിരിക്കുന്നു. ആ മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അതൊരു ഏതാണ്ട് 50 പേരിലധികം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിൽ 40 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ 31 പേർ മരിച്ചിരിക്കുന്നത് എന്ന വിവരം പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ 6 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ കൂടുതലായി പരിക്കേറ്റവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോധരഹിതരായി വീണവർ അധികവും സ്ത്രീകളായിരുന്നു. ഒപ്പം തന്നെ കുട്ടികൾ, അതിൽ 3 കുട്ടികൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് 3 പേർ ഇപ്പോൾ നിലവിൽ ICUയിൽ ചികിത്സയിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ 6 കുട്ടികൾക്ക് സാരമായി തന്നെ പരിക്കേറ്റ്, അല്ലെങ്കിൽ അതിൽ 6 കുട്ടികൾ, അതായത് 3 പേർ മരിച്ചു, 3 പേർ ഗുരുതരമായി പരിക്കേറ്റ് ICUയിൽ ചികിത്സയിലാണ്. അവർ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നിലവിലും തുടരുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളും ഒക്കെയും അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. സ്ത്രീകളുടെ മരണസംഖ്യ ഏതാണ്ട് 9 ഉയർന്നിരിക്കുകയാണ്. 9 സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ പിന്നീടത് കുട്ടികളുടെ എണ്ണം നിലവിൽ 3 എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിച്ചു വരുന്ന കണക്കുകൾ. അപ്പോൾ 16 പുരുഷന്മാർ മരിച്ചു എന്നുള്ള വിവരം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. ഈ മരിച്ചവർ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കുട്ടികളാണോ എന്നുള്ള വിവരമൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 31 എന്ന മരണസംഖ്യയാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ചു പറയാനും കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇത്രയും പേർ മരിക്കുന്ന ഒരു വലിയ ദുരന്തമായി, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും, ആ ഒരു റാലി മാറിയിരിക്കുകയാണ്. അതിലെ ഏകോപന പിഴവ് മാറിയിരിക്കുകയാണ്. അങ്ങനെ നിലവിൽ ഇപ്പോൾ എന്തായാലും മന്ത്രിമാരടക്കമുള്ള വലിയൊരു സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ പരിക്കേറ്റ് കിടക്കുന്നവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി ഒരു സംഘം അങ്ങോട്ട് പോകുന്നുണ്ട്. മരണം 32 ഉയർന്നിരിക്കുന്നു. മരണം 32 എന്ന നിലയിലേക്ക് നിലവിൽ മാറിയിരിക്കുന്നു. അതിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കൂടുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണവും ഈ ഘട്ടത്തിൽ വലിയ ഒരു കണക്കാണ് അതും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഗുരുതരമായി റിപ്പോർട്ട് ചെയ്ത് 32 പേർ മരിച്ചു എന്നുള്ളതാണ്. തിക്കിലും തിരക്കിലും പെട്ട വിജയുടെ ഈ വേലുച്ചാമിപുരത്തെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട 32 പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.